ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ട്രോണിക്സ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ക്ലോക്കാണ്. ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ക്ലോക്കല്ല, ഇത് വളരെ പ്രത്യേകതയുള്ളൊരു ക്ലോക്കാണ്. ഇതൊരു വെർച്വൽ ക്ലോക്കാണ്. നിങ്ങൾ ENIAC എന്ന് കേട്ടിട്ടുണ്ടോ? ENIAC അതായത് ലോകത്തിൽ പ്രോഗ്രാമബിളായിട്ടുള്ള കമ്പ്യൂട്ടർ, ആദ്യത്തെ കമ്പ്യൂട്ടർ, അതാണ് ENIAC. അതൊരു റൂം നിറയെ, ഒരു വലിയൊരു റൂം നിറയെ ഉണ്ടായിരുന്നു ഈ ENIAC എന്ന് പറയുന്ന കമ്പ്യൂട്ടർ. വലിയൊരു റൂം നിറയെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ തുച്ഛമായ കഴിവുകൾ മാത്രമുള്ളായിരുന്നുള്ളൂ. വളരെ ബേസിക്കായിട്ടുള്ള ഒരു കമ്പ്യൂട്ടറായിരുന്നു ENIAC. എന്നാൽ ഇപ്പോൾ നമ്മുടെ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു. ഒരു ചെറിയ ഒരു ചിപ്പിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന് ഒതുക്കാവുന്ന രീതിയിൽ നമ്മുടെ ടെക്നോളജി ഇന്ന് വളർന്നിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ചിപ്പാണ് മൈക്രോ കൺട്രോളർ. പിക്ക് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു മൈക്രോ കൺട്രോളറാണ്. ഈ പിക്ക് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഞാനൊരു 10 വർഷം മുമ്പ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഈ കാണുന്നത്. അതിപ്പോൾ നശിച്ചുപോയി. നമുക്കതൊന്ന് റീസ്റ്റോർ ചെയ്ത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് അഡ്വാൻസ് ആക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഈ കാണുന്ന ഒരു CPU ഫാനും ഹാർഡ് ഡിസ്കിൻ്റെ പ്ലേറ്ററുമാണ്. ഹാർഡ് ഡിസ്കിൻ്റെ പ്ലേറ്ററിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തേക്കുന്നത് കാണാം. പഴയ പ്രൊജക്റ്റിൽ ഈ പ്ലേറ്ററിനെ കറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധാരണ ഒരു മോട്ടറും പിന്നെ പ്ലേറ്ററിൻ്റെ റൊട്ടേഷൻ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒപ്റ്റിക്കൽ സെൻസറുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നമുക്ക് ഈ CPU ഫാൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മോട്ടറും യൂസ് ചെയ്യാൻ പറ്റും. ഈ CPU ഫാനിൽ ഒരു കൗണ്ടർ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ കൗണ്ടറും യൂസ് ചെയ്യാം. അപ്പോൾ എത്ര റൊട്ടേഷൻസ് റൊട്ടേറ്റ് ചെയ്തു എന്ന് നമ്മുടെ സർക്യൂട്ടിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഫാനിൻ്റെ മറ്റ് ഭാഗങ്ങളൊന്നും ആവശ്യമില്ല, അതെല്ലാം ഞാൻ അടർത്തി മാറ്റി. നമുക്ക് ഇത്രയും പാർട്ട് മാത്രം മതിയാവും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാധാരണ ക്ലോക്കല്ല, ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ക്ലോക്കാണ്. ഈ ഹാർഡ് ഡിസ്ക് പ്ലേറ്ററിൻ്റെ ഈ കട്ടിംഗ് ആണ് ക്ലോക്കിൻ്റെ ഹാൻഡിലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ മോട്ടറും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്ലേറ്ററും വളരെ വേഗത്തിൽ റൊട്ടേറ്റ് ചെയ്യും. ഇതിലുള്ള കൗണ്ടർ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു എന്ന് നമ്മൾ കൗണ്ട് ചെയ്യും. ഓരോ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഈ മോട്ടറിലുള്ള സെൻസർ നമ്മുടെ പിക്ക് മൈക്രോ കൺട്രോളറിനെ അത് അറിയിക്കും. നമ്മുടെ പിക്ക് മൈക്രോ കൺട്രോളറിലുള്ള കോഡ് അതിനനുസരിച്ച് കാൽക്കുലേഷൻസ് നടത്തിയിട്ടാണ് ഈ ക്ലോക്കിൻ്റെ ഹാൻഡിൽസ് എവിടെ വരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ വെർച്വൽ ക്ലോക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഞാനൊരു ക്ലോക്ക് തപ്പിയെടുത്തിട്ടുണ്ട്. പുതിയ ക്ലോക്കാണ് ഇത്. കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം ഇത് ഇളക്കി എൻ്റെ ഗ്ലാസും സൂചിയും മെഷീനും ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ക്ലോക്കിന് ഫിസിക്കൽ ആയിട്ടുള്ള സൂചിയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഹാൻഡിലെല്ലാം ഇത് നീക്കുകയാണ്. നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ പ്ലേറ്ററിൽ വരുത്തിയിട്ടുള്ള ആ ഒരു കട്ടിംഗ് ഉണ്ടല്ലോ, ആ ഒരു കട്ടിംഗാണ് നമ്മുടെ ഈ വെർച്വൽ ക്ലോക്കിൽ നമ്മുടെ ക്ലോക്കിലെ ഹാൻഡിൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, നമ്മളിതെല്ലാം റിമൂവ് ചെയ്യുകയാണ്. കാലപ്പഴക്കം കൊണ്ട് തന്നെ ഈ ക്ലോക്ക് ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഒരു SMPS ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് വയറിങ്ങും അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പം നമുക്കിതൊന്ന് വൃത്തിയാക്കി വയറിങ്ങൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫൈവ് വോൾട്ടും 12 വോൾട്ടും നമുക്ക് ഈ സർക്യൂട്ടിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് SMPS ഉപയോഗിച്ചത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്കൊരു സിംഗിൾ 12 വോൾട്ട് പവർ സപ്ലൈയും പിന്നെ ഈ മോട്ടർ മാറ്റിയിട്ട് നമുക്ക് CPU ഫാൻ യൂസ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അഡീഷണലായിട്ടൊരു സെൻസർ വേണ്ട. മോട്ടറും സെൻസറും എല്ലാം അതിൻ്റെ കൂടെ തന്നെയുണ്ട്. നമുക്കത് ഉപയോഗിച്ച് സർക്യൂട്ട് നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാക്കാം. നമ്മുടെ ഈ കുഞ്ഞൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5 വോൾട്ടാണ് ആവശ്യമുള്ളത്. സ്റ്റഡി ആയിട്ടുള്ള 5 വോൾട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ റെഗുലേറ്റർ ഉപയോഗിക്കാം. 7805 എന്ന് പറയുന്ന ഒരു റെഗുലേറ്റർ IC ആണിത്. ഈ റെഗുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 12 വോൾട്ടിനെ 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും.
നമ്മുടെ ഈ മോട്ടറും LED ബൾബും എല്ലാം കൂടെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 12 വോൾട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ സർക്യൂട്ടിൽ. അതുകൊണ്ടാണ് ഒരു 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ നേരിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ 12 വോൾട്ട് യൂസ് ചെയ്യുന്നത്. ഈ റെഗുലേറ്റർ AC ഉപയോഗിച്ചുകൊണ്ട് ഈ 12 വോൾട്ടിനെ നമുക്ക് 5 വോൾട്ടായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ കുഞ്ഞു മൈക്രോ കൺട്രോളർ ആ 5 വോൾട്ട് കൊണ്ട് റൺ ആയിക്കോളും. റെഗുലേറ്റർ ICകൾ പൊതുവെ നന്നായിട്ട് ഹീറ്റാകുന്ന ICകളാണ്. അപ്പോൾ അതിനകത്തൊരു ഹീറ്റ് സിങ്ക് വെച്ചാൽ വളരെ നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം അവിടെ ഹീറ്റ് സിങ്ക് ഒന്നും വെക്കുന്നില്ല. നമ്മുടെ ഈ മോട്ടറും പ്ലേറ്ററും വളരെ വേഗത്തിൽ കറങ്ങുന്നതുകൊണ്ട് തന്നെ പറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഈ കാണുന്ന പ്ലേറ്റർ വളരെ വേഗത്തിൽ കറങ്ങുകയും ഈ കട്ടിങ് ഉണ്ടല്ലോ, ഈ കട്ടിങ്ങാണ് നമ്മൾ ക്ലോക്കിൻ്റെ സൂചിയായിട്ട് കാണാൻ പോകുന്നത്. ഞാൻ ഈ ക്ലോക്കിൻ്റെ പിന്നിലേക്ക് ആ LED ബൾബുകളെല്ലാം ഫിക്സ് ചെയ്തു. വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്താൽ മതി. റെഡും ബ്ലൂവും LED ബൾബുകളാണുള്ളത്. റെഡ് ലൈറ്റ് മണിക്കൂറിനെ കാണിക്കാൻ വേണ്ടിയിട്ടും ബ്ലൂ ലൈറ്റ് മിനിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടും ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പർപ്പിൾ കളറ് നമുക്ക് സെക്കൻഡ് സൂചിയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ലൈറ്റ് ഒട്ടും ലോസ് ആവാതെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പ്ലേറ്റ് ഞാൻ ഇവിടെയും കൂടെ ഫിക്സ് ചെയ്യുവാണ്. പ്ലേറ്റർ ഒരു മിറർ പോലെ തന്നെ നല്ല ഗ്ലോസി ചെയ്ത് കാരണം ലൈറ്റ് നന്നായിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഇനി നമ്മുടെ ഈ വയറുകളെല്ലാം നമുക്ക് ഈ കോമൺ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാം. നമ്മുടെ സർക്യൂട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ മൂലമാണ് നമുക്ക് അവിടെ ഒരു വെർച്വൽ ക്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നത്. നമ്മളൊരു തീക്കൊള്ളി വളരെ വേഗത്തിൽ വട്ടം കറക്കുമ്പോഴത്തേക്ക് നമുക്കൊരു റൗണ്ട് അവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അത് കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണമാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ആ ഒരു കണ്ണിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ വെർച്വൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ക്യാമറയിൽ അത് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിൽ കാണുന്ന പോലെ വളരെ കൃത്യമായി നമുക്കത് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്യാമറയുടെ ഫ്രീക്വൻസി നമ്മുടെ കണ്ണിൻ്റെ ഫ്രീക്വൻസി തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ക്യാമറയിൽ അത് വളരെ കൃത്യമായിട്ട് കിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർപ്പിൾ കളറിലെ ഒരു ഹാൻഡിലിങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം. ശ്രദ്ധിച്ച് നോക്കിയാൽ സെക്കൻഡിൻ്റെ ഹാൻഡിലാണ് കാണുന്നത്. വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിങ്ങനെ ജസ്റ്റ് ചടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന റെഡും ബ്ലൂവും LED ബൾബുകൾ കണ്ടിന്യൂസ് ആയിട്ട് കത്തി നിൽക്കുകയല്ല. അതായത് നമ്മുടെ മണിക്കൂർ സൂചി എവിടെ വരുമ്പോൾ ആണ് നമ്മളത് കാണേണ്ടത്. ഇപ്പം 5 o'clock ആണെങ്കിൽ 5-ൽ നമ്മുടെ ആ കട്ടിങ് ഹാർഡ് ഡിസ്കിൻ്റെ കട്ടിങ് 5-ൽ എത്തുമ്പോൾ മാത്രമാണ് റെഡ് LED ബൾബ് കത്തുന്നത്. അതെവിടെ എത്തുന്നു എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സെൻസർ CPU ഫാനിൻ്റെ സെൻസർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മിനിറ്റിൻ്റെ ഇപ്പോൾ എവിടെയാണ് ഇപ്പം 5 o'clock ആണെങ്കിൽ മിനിറ്റിൻ്റെ സൂചി 12-ലായിരിക്കുമല്ലോ. അപ്പോൾ ആ 12-ൽ എത്തുന്ന സമയത്ത് മാത്രമേ ആ ബ്ലൂ LED ബൾബ് ഫ്ലാഷ് ചെയ്യുള്ളൂ. പക്ഷേ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാരണം നമുക്ക് അതെല്ലാം അവിടെ ഉള്ളതായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ചിന്തയേക്കാളും ഒരുപാട് വേഗത്തിൽ നമ്മുടെ ഈ കുഞ്ഞു മൈക്രോ കൺട്രോളർ, അത് കുഞ്ഞു കമ്പ്യൂട്ടർ നമ്മുടെ സെൻസറിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസ് റീഡ് ചെയ്തുകൊണ്ട് ഈ LED ബൾബുകളെ
പ്രോഗ്രാമിനനുസരിച്ച് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു വെർച്വൽ ഒരു ഇമേജ് വെർച്വൽ ഒരു ക്ലോക്ക് അവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അത്ഭുതമായിട്ട് തോന്നും. നമ്മുടെ ഈ കുഞ്ഞൻ കമ്പ്യൂട്ടർ, ഈ മൈക്രോ കൺട്രോളർ ശരിക്കും ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ ഒരു ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്തു എന്നേ ഉള്ളൂ. റോബോട്ടിക്സിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു കമ്പ്യൂട്ടറാണിത്. ഒരുപാട് മേഖലകളിലേക്ക് ഇതിൻ്റെ ഉപയോഗം ഇന്നെത്തിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ലൈറ്റ് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്ലേറ്റർ വെറുതെ കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ലൈറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. ശരിക്കും അവിടെ ലൈറ്റ് ഉണ്ട്, നമുക്ക് പുറത്തുനിന്നുള്ള വെട്ടം കാരണം കാണാൻ പറ്റുന്നില്ല. അവിടെ ക്ലോക്ക് കാണാൻ പറ്റുന്നില്ല, ഹാൻഡിൽസ് കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ശരിക്കും ലൈറ്റ് ഓഫാക്കി കഴിയുമ്പോൾ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു മുറി നിറയെ നിറഞ്ഞു നിന്നിരുന്ന ENIAC എന്ന കമ്പ്യൂട്ടർ, വളരെ പരിമിതമായിട്ടുണ്ടായിരുന്ന കഴിവുകളുണ്ടായിരുന്ന ENIAC എന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ചെറിയ ചിപ്പിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. നമ്മുടെ ടെക്നോളജി, നമ്മുടെ സാങ്കേതിക വിദ്യ എത്രത്തോളം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളർന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മുടെ ടെക്നോളജികളുടെ കുതിച്ചുചാട്ടം എവിടം വരെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ?